അപ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്, ആ വീട്ടിലേക്ക്. പക്ഷെ ഇതിൻ്റെ ആ സിനിമയിൽ കാണിക്കുമ്പോൾ ആ വലിയൊരു തെങ്ങും തോപ്പിൻ്റെ ഇടയിലാണ് ഈ വീട് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇപ്പോൾ ഫുള്ള് വീടുകളാണ്, കാണിച്ചു ഫുള്ള് വീടുകൾ, മൊത്തം ഫുള്ള് വീട്. ഇത് ആ വലിയൊരു തെങ്ങും പറമ്പായിരുന്നു ആ പടത്തിൽ. ഞാനിവിടെ എത്തിയപ്പോൾ മൊത്തത്തിലില്ലാത്ത ഫുള്ള് മാറി. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല, അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്, ഇവിടെ ആരെയും കാണാനില്ല. അപ്പോൾ പുറത്തുനിന്ന് കണ്ടിട്ട് അങ്ങനെ ഇത്രേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പുറത്തുനിന്ന് കണ്ടിട്ട് അങ്ങനെ പോകാനേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ആരുടെ ഇത് ചോദിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് 2 ഫോട്ടോ എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നേരെ വാഴാലിക്കാ പോവാന്ന് പറഞ്ഞിട്ടാണ്. ലാലേട്ടന് ഇവിടെയാണ് ആ തേങ്ങയിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് ആ ഒരു ഫീൽ. പക്ഷെ പടം കണ്ടു കഴിഞ്ഞാൽ ഇത് വലിയൊരു വീട് പോലെ തോന്നും നമുക്ക്. ഇത് അത്രയ്ക്ക് വലിപ്പം തോന്നുന്നില്ല. ഞാനിവിടെ എത്തിയപ്പോൾ നേരിട്ട് കാണുമ്പോൾ അത്രയും ഒരു വലിപ്പം തോന്നുന്നില്ല. വലിയൊരു മുഖ്യമായിട്ട് തേങ്ങകളൊക്കെ കുമ്പാരം പോലെ കൂട്ടി വെച്ചിട്ടുള്ള സീനൊക്കെ. ഒരു മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. അതിനുള്ളിൽ കയറാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും നമുക്കത് ഒന്നുകൂടെ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് അത് ഉള്ളിൽ കയറി നോക്കേണ്ടി വരും. ശരി, എന്തായാലും ഇവിടുന്ന് 2 ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ പോകും. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ട് വന്നതൊന്നുമല്ല, ജസ്റ്റ് അങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഈ വഴി വന്നപ്പോൾ ജസ്റ്റ് വന്നുകൊണ്ട് കയറിയതാണ്. ശരി, നമുക്കിനിയിപ്പോൾ എന്തായാലും മറ്റേ വാഴാലിക്കാവുണ്ടല്ലോ, അവിടെ പോയിട്ട് നോക്കാം. അവിടെയും കൊഴുത്ത് കഴിഞ്ഞ് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ്. എന്തായാലും പോയി നോക്കി നോക്കാം വെറുതെ. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ചന്ദ്രോത്സവം സിനിമയിലെ നമ്മുടെ ചിറക്കൽ ശ്രീഹരിയുടെ ആ ഒരു ഇൻട്രോ സീൻ ഷൂട്ട് ചെയ്ത് ആ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് മറ്റേ കൊച്ചിൻ അനീസൊക്കെ ഇരുന്ന ആ ഒരു സംഭവം. ഇതാണ് ലാലേട്ടൻ്റെ കാർ ഇവിടെ നിർത്തിയിട്ടാണ് ആ സീൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ കൽ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അമ്പലത്തിൻ്റെ അകത്തേക്ക് ഇത് കയറാൻ പറ്റിയില്ല, അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നും ഫോട്ടോസ് എടുത്തു. ഓക്കെ, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആ ഒരു സംഭവം. അപ്പം നമുക്ക് ഇവിടേക്കും പിന്നൊരു ദിവസം വരാം, അമ്പലത്തിൽ കയറാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകുന്ന വഴി മറ്റേ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പോകണമെന്നുണ്ട്. അപ്പോൾ പറ്റിയാൽ നമുക്ക് അവിടെയും കയറാം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. അവിടെ എത്തുമ്പോൾ സമയമുണ്ടെങ്കിൽ എന്തായാലും കയറാം. ഓക്കെ.
ചായയും സമൂസയും. ഗൈസ് ഞങ്ങളേ ഒറ്റപ്പാലം ടൗണിലൂടെ ഈ അറ്റത്തുനിന്ന് ഒരറ്റത്തുനിന്ന് ആ അറ്റം വരെ നടന്നു ഒരു നാരങ്ങ സോഡ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എവിടെയും നാരങ്ങ സോഡ ഇല്ല എന്നാണ് പറയുന്നത്. സോ ഒരു കടയിൽ പോയപ്പോൾ അയാളുടെ ഇടപെട്ട നാരങ്ങ ഇല്ല അത്രയും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ നാരങ്ങ വാങ്ങിച്ചു കൊടുക്കുകയാണ്. നാരങ്ങ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ശേഷം നാരങ്ങ സോഡ കുടിക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ട്, 1 അല്ല 2. അതെ. ഇനി പോയിട്ട് നേരെ ആളെ കൊടുക്കുന്നു, നാരങ്ങ സോഡ കുടിക്കുന്നു. അതാണ് നമ്മുടെ പ്ലാന്. ഓക്കെ, അല്ലാതെ വേറെ വഴിയില്ല ഗൈസ്. നാരങ്ങ കൊടുത്തോ? ഗൈസ് അവസാനം നാരങ്ങ സോഡ കിട്ടിയിട്ടാ. ഓക്കെ, Nilambur Road, Palakkad passenger will arrive shortly on platform number 1. ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ചിനക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലും കൂടെ വന്നു. അപ്പോൾ ഇന്നത്തെ യാത്ര അപ്പോൾ നിർത്തിയിട്ടോ. നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ ഇനിയും കാണാം. ഓക്കെ.